യങ്സ്റ്റേഴ്സ് ക്രിപ്റ്റോ കറൻസിയിൽ ഭയങ്കര ഫാസിനേറ്റഡ് ആണ് ഇപ്പോൾ. ഷോർട്ട് ടൈം ഇൻകം പെട്ടെന്ന് കാശുണ്ടാക്കുക എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടല്ലോ, ഗ്രീഡിനെസ്. ഇതുകൊണ്ടാണ് ഇതിനകത്തെല്ലാം പോണത്. കാശുണ്ടാക്കാൻ മാർക്കറ്റ് അറിയാവുന്നവർ കൊണ്ടേ വിളിച്ചിട്ടാണ്. ഈ വിതയ്ക്കാൻ അറിയാവുന്നവൻ അവന് കൊയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രോപ്പർ രീതിയിൽ പ്രോപ്പർ പ്ലാൻ ചെയ്യുന്ന എൻ്റെ റിസ്ക് ആപ്പിറ്റൈറ്റ് അനുസരിച്ച് അതുള്ള അതനുസരിച്ച് ഇപ്പോൾ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണം, നമുക്ക് പെട്ടെന്ന് കാശ് കിട്ടുന്ന പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിനെ കണ്ടിട്ട് അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. നമ്മൾ പ്രോപ്പർ പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്താൽ ദേ ക്യാൻ ബി ബിക്കം സക്സസ്ഫുൾ. പലപ്പോഴും നമ്മളൊക്കെയും കടം വാങ്ങാൻ നിർബന്ധിതരായി പോകാറുണ്ട്. ഈ കടം വാങ്ങുമ്പോൾ എങ്ങനെ സേഫായിട്ട് കടം വാങ്ങാം? നമ്മൾ മുമ്പേ പറഞ്ഞു, മ്യൂച്വൽ ഫണ്ട് പണയം വെച്ചിട്ട് കടമെടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ നമുക്ക് വേറെ സ്മാർട്ടായിട്ട് ചെയ്യാവുന്ന കടമെടുക്കൽ ഓപ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് പറയാവുന്നത്? നമ്മൾ ലോൺ എടുക്കുമ്പോൾ ആൾക്കാർ ആദ്യം പോയി പേഴ്സണൽ ലോൺ അങ്ങനെയുള്ള കാര്യം നമുക്കൊരു എന്താണ് റിക്വയർമെൻറ്റ് അനുസരിച്ച രീതിയിൽ ഹോം ലോൺസ് ഉണ്ട്, മോർഗേജ് ലോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ലോൺസിൻ്റെ എന്താണ് നീഡ് അനുസരിച്ചുള്ള മാത്രമേ ലോൺ എടുക്കിട്ട് കാര്യമുള്ളൂ. പിന്നെ ഹയർ ഇൻട്രസ്റ്റ് പോയി ലോൺ എടുക്കരുത്, ബാർഗെയിൻ ചെയ്യണം. നമ്മുടെ അതിനെന്താ ചെയ്യാൻ പറ്റുക? ലോൺ അടയ്ക്കാൻ തിരക്ക് പിടിക്കണ്ട, ലോണിന് സമയം കൊടുക്കുക, ലോങ് ടൈം ആയിട്ട്. പക്ഷേ സെയിം രീതിയിൽ നമ്മൾ പാരലായിട്ട് SIP തുടങ്ങണം. കാരണം ബെറ്റർ റിട്ടേൺ കിട്ടുന്ന ലോങ് ടൈമിൽ SIP ഇല്ല. എങ്ങനെയാണ് നമ്മൾ SIP തുടങ്ങുക? അതിന് വേറെ പണം കണ്ടെത്തണോ? ഇല്ല. ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ 20 വർഷം കൊണ്ട് തീർക്കാം. നമുക്ക് 25 വർഷം വരെ എടുക്കാമെങ്കിൽ 25 വർഷം വരെ എടുക്കുക. അപ്പോൾ 5 വർഷം കൂടുതൽ കിട്ടുമല്ലോ. നമ്മുടെ EMI കുറയും. ആ എമൗണ്ട് നമുക്ക് നേരെ SIP ഇടാം. ആ കുറവുള്ള എമൗണ്ട് നേരെ SIP ഇടാം. പക്ഷെ ഞാൻ നോർമലി ഒരാൾ ഹോം ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു 1/3 എങ്കിലും SIP എമൗണ്ടിൽ ഇടുക. ഇപ്പോൾ നമ്മൾ 30,000, 40,000 അല്ലെങ്കിൽ 50,000, 60,000 രൂപ EMI പോകുന്നുണ്ടെങ്കിൽ 20,000 രൂപ SIP ഇടുക. ഇതുപോലെ ഇനിയും വേറെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഉണ്ടോ? അല്ല, നമ്മൾ ഓരോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ വ്യക്തികളുടെയും റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ക്രെഡിറ്റ് കാർഡ് എല്ലാവരും ഈസി ആയിട്ട് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് വായ്പ എടുക്കുക വരെ ചെയ്യും. അല്ല, പ്രോപ്പർ രീതിയിൽ പ്ലാൻ ചെയ്ത് പോണവർക്കാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ സ്പെൻഡ് ചെയ്തു, ഓട്ടോ പേയ്മെന്റ് അടച്ചു. അതെ, സ്മാർട്ടായിട്ട് എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പറ്റുക? സ്മാർട്ടായിട്ട് നമ്മൾ പ്രോപ്പർ പ്ലാൻ ചെയ്ത് നമ്മൾ എടുക്കുന്ന, നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതിന് മാത്രം എടുക്കുക, സ്പെൻഡ് ചെയ്യുക. അത് ആ കറക്റ്റ് പീരീഡിൽ തിരിച്ചടക്കണം. എനിക്കിപ്പോൾ ഒരു 1 lakhൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡുണ്ട്. അതിൽ ഫുൾ എമൗണ്ടും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞു വന്നതിലേക്കൊന്ന് മടങ്ങിപ്പോവാണ്. നമ്മൾ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും, ഈ പറഞ്ഞ പോലെ ഒരു ജോലിയിൽ തന്നെ സ്ഥിരമായി നിൽക്കുന്നതിൽ പോലും അവർക്ക് താല്പര്യമില്ല. അവരുടെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ, അതായത് അവരുടെ ഇൻകം ശരിക്കും ഒരു ഫിക്സഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ജോലി ചെയ്യും, കുറച്ച് നാൾ ജോലിയിൽ നിന്ന് മാറി നിൽക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്താണ് അഡ്വൈസ് കൊടുക്കാൻ പറ്റുക? പുതിയ ജനറേഷനിലുള്ള ഒരു ഏൺ ഫസ്റ്റ് സ്പെൻഡ് ഫസ്റ്റ് എന്ന്, എങ്ങനെയെങ്കിലും സമ്പാദിക്കുക, അത് സ്പെൻഡ് ചെയ്യുക. അതിൽ നിന്ന് മാറി അവർ ചിന്തിക്കണം. സേവ് ഫസ്റ്റ് സ്പെൻഡ് ലേറ്റർ എന്നുള്ള ചിന്താഗതി മാറി. ഇപ്പം നമ്മളിപ്പോൾ സേവ് ചെയ്യുന്നത് നമ്മളൊരു ഫ്യൂച്ചർ ഫ്രീഡത്തിന് വേണ്ടിയാണ്. അപ്പം നമ്മളിപ്പോഴേ സേവ് ചെയ്ത് തുടങ്ങി. അപ്പം നമുക്കിപ്പോൾ പുതിയ ജനറേഷന് പുതിയതാണ്. ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർക്ക് മുഴുവൻ പെൻഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പെൻഷൻ സാധനങ്ങളും എല്ലാം കോൺട്രിബ്യൂട്ടറി പെൻഷനാണ്. അപ്പം നമ്മളിപ്പോഴേ സേവ് ചെയ്താൽ മാത്രമേ സെയിം ലൈഫ് സ്റ്റൈൽ നമുക്കില്ല. ഒരു സർക്കാർ ജോലി ആണെങ്കിൽ പോലും അത് അത്യാവശ്യമാണ് സേവിങ്. അപ്പോൾ സേവ്, നമുക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ ഒരു പോർഷൻ സേവ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ പോവുക. ഇതാണ് ന്യൂ ജനറേഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുക. അവര് താല്പര്യമായിട്ട് വരാറുണ്ടോ? കുറച്ച് പേര് വരുന്നു, വെരി ലോ പെർസെൻറ്റേജ് വരുന്നുള്ളൂ. പക്ഷെ അവർ പാർട്ടിസിപ്പേറ്റ്, ഞാൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഇപ്പോൾ ഓൺലൈൻ സെറോദ, ഏഞ്ചൽ വൺ, ഗ്രോ, ഇവരൊക്കെ വന്നിട്ട് ഇവരെല്ലാം കുറേ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നും പ്ലാൻഡ് അല്ല. ഇതാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അവരുടെ എക്സ്പെർട്ടൈസ് സപ്പോർട്ട് എടുത്ത് പ്ലാൻ രീതിയിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ യങ്സ്റ്റേഴ്സ് ക്രിപ്റ്റോ കറൻസിയിൽ ഭയങ്കര ഫാസിനേറ്റഡ് ആണ് ഇപ്പോൾ. ഷോർട്ട് ടൈം ഇൻകം പെട്ടെന്ന് കാശുണ്ടാക്കുക എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടല്ലോ, ഗ്രീഡിനെസ്. ഇതുകൊണ്ടാണ് ഇതിനകത്തെല്ലാം പോണത്. കാശുണ്ടാക്കാൻ മാർക്കറ്റ് അറിയാവുന്നവർ കൊണ്ടേ വിളിച്ചിട്ടാണ്. ഈ വിതയ്ക്കാൻ അറിയാവുന്നവൻ അവന് കൊയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രോപ്പർ രീതിയിൽ പ്രോപ്പർ പ്ലാൻ ചെയ്യുന്ന എൻ്റെ റിസ്ക് ആപ്പിറ്റൈറ്റ് അനുസരിച്ച് അതുള്ള അതനുസരിച്ച്. ഇപ്പോൾ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണം, നമുക്ക് പെട്ടെന്ന് കാശ് കിട്ടുന്ന പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിനെ കണ്ടിട്ട് അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പ്രോപ്പർ പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്താൽ ദേ ക്യാൻ ബി ബിക്കം സക്സസ്ഫുൾ. ക്രിപ്റ്റോ ആണെങ്കിലും ക്രിപ്റ്റോയിൽ നമ്മൾ അതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് പഠിച്ചിട്ട് വേണം.
നമ്മൾ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസസ് എത്രയാണ്? വെരി നോമിനലുള്ളൂ. അതേപോലെ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ കിട്ടാൻ, ചിലപ്പോൾ കിട്ടില്ല. താഴേക്കുമ്പോൾ മുകളിലോട്ടും പോകാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള 100 രൂപയുണ്ടെങ്കിൽ 100 രൂപയും കൊണ്ടേ ക്രിപ്റ്റോയിൽ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ കയ്യിൽ എത്ര നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുമോ ആ റിസ്ക് എടുക്കുക. ഏത് ഇതിലാണെങ്കിലും നമുക്ക് അസറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞ സാധനം ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലുള്ളതാണ്. ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് അസറ്റ് അലോക്കേഷൻ. അസറ്റ് അലോക്കേഷൻ റൂള് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പോകണം. എന്തൊക്കെയാണ് റൂൾ? ഇപ്പം നമ്മൾ ഓരോ ഇത്തരം റിക്വയർമെൻറ്റ്സ് അനുസരിച്ച്, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിലാവാം, ബാങ്ക് ഡിപ്പോസിറ്റ്സ് ഉണ്ടാവാം, ബോൺസുകൾ ഉണ്ടാവാം, PMSS ഉണ്ടാവാം, SIF ഉണ്ടാവാം, ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആവാം, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ആവാം. പല രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോരുത്തരുടെ ഓരോ നീഡ് അനുസരിച്ച് ആ രീതിയിൽ പ്ലാൻ ചെയ്ത് പ്രോപ്പറായിട്ട് പോയാൽ മാത്രമേ പറ്റുള്ളൂ. റിയൽ എസ്റ്റേറ്റിൽ വേണമെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആവാം. അവരെ എക്സ്പെർട്ടൈസ് ഏതാണോ അതിൻ്റെ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ കയ്യിൽ ഇൻകം ആൻഡ് എക്സ്പെൻസസ് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണെങ്കിലും നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പണപ്പെരുപ്പമുണ്ട്, യുദ്ധം, അങ്ങനെ കുറേ അനിശ്ചിതാവസ്ഥകളുണ്ട്. നമുക്ക് കടം മേടിക്കാതെ ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യമാണുള്ളത്. പലപ്പോഴും നമ്മളൊക്കെയും കടം വാങ്ങാൻ നിർബന്ധിതരായി പോകാറുണ്ട്. ഈ കടം വാങ്ങുമ്പോൾ എങ്ങനെ സേഫായിട്ട് കടം വാങ്ങാം? നമ്മൾ മുമ്പേ പറഞ്ഞു, മ്യൂച്വൽ ഫണ്ട് പണയം വെച്ചിട്ട് കടമെടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ നമുക്ക് വേറെ സ്മാർട്ടായിട്ട് ചെയ്യാവുന്ന കടമെടുക്കൽ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് പറയാവുന്നത്, നമ്മൾ ലോൺ എടുക്കുമ്പോൾ ആൾക്കാർ ആദ്യം പോയി പേഴ്സണൽ ലോൺ അങ്ങനെയുള്ള കാര്യം നമുക്കൊരു എന്താണ് റിക്വയർമെൻറ്റ് അനുസരിച്ച രീതിയിൽ ഹോം ലോൺസ് ഉണ്ട്, മോർഗേജ് ലോൺസ് ഉണ്ട്. നമ്മൾ ഓരോ ലോൺസിൻ്റെ എന്താണ് നീഡ് അനുസരിച്ചുള്ള മാത്രമേ ലോൺ എടുത്തിട്ട് കാര്യമുള്ളൂ. പിന്നെ ഹയർ ഇൻട്രസ്റ്റ് പോയി ലോൺ എടുക്കരുത്, ബാർഗെയിൻ ചെയ്യണം. നമ്മുടെ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുക ഇല്ല, നമ്മുടെ ക്രെഡിറ്റ് വർത്ത് ഞാൻ പറയാം, ക്യാഷ് ഫ്ലോസും സാധനങ്ങളും നമ്മുടെ ഏതെങ്കിലും പഴയ ട്രാക്ക് റെക്കോർഡുകളെല്ലാം കറക്റ്റായിട്ട് സിബിൽ റേറ്റിംഗ്, ഹയർ സിബിൽ ഉണ്ടെങ്കിൽ നമുക്ക് റേറ്റ് താഴെ കിട്ടും. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാക്ക് റെക്കോർഡുകളെല്ലാം ക്ലിയർ ആവണം. നമ്മൾ ബാങ്കിൽ ആവശ്യപ്പെടണോ? ആ ബാങ്കിൽ ചോദിച്ചു. ഇപ്പം നമ്മൾ ഒരു ബാങ്കിൽ മാത്രം, നമ്മളിപ്പോൾ ഒറ്റ ബാങ്ക് മാത്രമല്ല, പല ബാങ്കുകളിലും നമ്മൾ എൻക്വയറി ചെയ്യണം. ഓരോ ബാങ്കിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിഫറൻസസ് ആയിരിക്കും. ഓരോരുത്തരുടെ റിക്വയർമെൻറ്റ് എന്താണ്, അവരുടെ എന്താണ് ക്രൈറ്റീരിയ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഇൻകം ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം അനുസരിച്ച് നമ്മുടെ ക്രെഡിറ്റ് വർത്തിനനുസരിച്ച് നമുക്ക് ലോ റേറ്റിലും കിട്ടാം. നമുക്കത് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്രെഡിറ്റ് വർത്തിനൻസിൻ്റെ ബേസിലാണല്ലോ ഈ ലോൺ എല്ലാം എടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് എടുക്കാൻ പറ്റും. ഇവൻ നമുക്കിതേക്കുറിച്ച് അറിയില്ല, ബാങ്ക് നമുക്ക് കുറച്ച് തരുമോ? ഇല്ല, അതിനാണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫൈനാൻഷ്യൽ എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ ദേ വിൽ ഹെൽപ്പ് യു. ഓക്കെ. ഇപ്പം നമുക്കൊരു ഫാമിലി ഡോക്ടർ ഉണ്ട്, അതേപോലെ ഒരു ഫൈനാൻഷ്യൽ എക്സ്പെർട്ടൈസ്, ഫൈനാൻഷ്യൽ ഹെൽപ്പ് എടുക്കൂ. ഓക്കെ. ദേ ക്യാൻ ഏബിൾ ടു ഹെൽപ്പ് യു ഇൻ ദാറ്റ്. ഓക്കെ. ഒരു അഡ്വൈസർ ഷുഡ് ബി ഏബിൾ ടു ഹെൽപ്പ് യു ഇൻ ദാറ്റ്. ഇതൊരു സ്മാർട്ട് വേ ആണ്. ഇതുപോലെ വേറെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ബുദ്ധിപൂർവ്വം കടമെടുക്കാൻ പറ്റും? നമ്മളൊരു ഹോം ലോൺ എടുത്തു എന്ന് വെച്ചാൽ, നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു ഹോം ലോൺ 30-35 വയസ്സിൽ ഫാമിലിയൊക്കെ സെറ്റിൽ ആയി കഴിഞ്ഞിട്ട് ഹോം ലോൺ എടുത്തു. ഹി ക്യാൻ ഏബിൾ ടു ടേക്ക് മേ ബി 60 years വരെ എടുക്കാം, 20-25 years വരെ എടുക്കാം. അപ്പം നമ്മൾ മാക്സിമം ടെന്നറിൽ ലോൺ എടുക്കുക. അപ്പോൾ കൂടുതൽ കാലത്തേക്കുള്ള ലോൺ നമ്മളത് എടുത്തതിന് ശേഷം നമ്മുടെ EMI ബർഡൻ കുറയും. ആ EMIയുടെ ടോട്ടൽ എത്രയാണോ EMI പോകുന്നത് അതിൻ്റെ 1/3 നമ്മൾ SIPയിൽ ഇടുക. ഒന്നുകൂടെ പറയുക. നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇപ്പോൾ നമ്മളിപ്പോൾ മേ ബി 50 വയസ്സിൽ വേണമെങ്കിൽ 15 വർഷം 20 വർഷങ്ങൾ ഇൻകം അനുസരിച്ച് ക്യാഷ് ഫ്ലോ കൂടുന്നതനുസരിച്ച് പെട്ടെന്ന് ലോൺ തീർത്ത് പോകാമെന്ന് പറയാം. പക്ഷേ ലോൺ തീർത്ത് പോകണേക്കാളും നമ്മളത് പ്രിൻസിപ്പളിലേക്ക് കുറച്ച് എമൗണ്ട് കയറി പോകും, ബാക്കി ഇൻട്രസ്റ്റ്, ബിക്കോസ് ആദ്യ വർഷങ്ങളിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് വന്ന് കയറുന്നത്. ലോൺ അടയ്ക്കാൻ തിരക്ക് പിടിക്കണ്ട, സമയം കൊടുക്കുക, ലോങ് ടൈം ആയിട്ട്. പക്ഷേ സെയിം രീതിയിൽ നമ്മൾ പാരലായിട്ട് SIP തുടങ്ങണം, കാരണം ബെറ്റർ റിട്ടേൺ കിട്ടുന്ന ലോങ് ടൈമിൽ SIPയിലാണ്. എങ്ങനെയാണ് നമ്മൾ SIP തുടങ്ങുക? അതിന് വേറെ പണം കണ്ടെത്തണോ? ഇല്ല. ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ 20 വർഷം കൊണ്ട് തീർക്കാം. നമുക്ക് 25 വർഷം വരെ എടുക്കാമെങ്കിൽ ആ 25 വർഷം വരെ എടുക്കുക. അപ്പം 5 വർഷം കൂടുതൽ കിട്ടുമല്ലോ, അപ്പം നമ്മുടെ EMI കുറയും. ആ എമൗണ്ട് നമുക്ക് നേരെ SIPയിൽ ഇടാം. ആ കുറവുള്ള എമൗണ്ട് നേരെ SIPയിൽ ഇടാം. പക്ഷെ ഞാൻ നോർമലി ഒരാൾ ഹോം ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു 1/3 എങ്കിലും SIP എമൗണ്ടിൽ ഇടുക. അപ്പോൾ നമ്മൾ 30,000, 40,000 അല്ലെ 50,000, 60,000 രൂപ EMI പോകുന്നുണ്ടെങ്കിൽ 20,000 രൂപ SIPയിൽ ഇടുക. നമ്മൾ ഇച്ചിരി ടൈറ്റ് ആവേണ്ടി വരും. അല്ലെങ്കിൽ 30,000 രൂപ SIP ഇടുക. അപ്പോൾ ആ കാരണം അനുസരിച്ച് നമുക്ക് 25 വർഷം വരെ അടയ്ക്കണ്ട. ഒരു മിഡ് ഓഫ് ദ പീരീഡ് ആകുമ്പോഴത്തേക്കും SIP ആ ലെവലിൽ എത്തിയിട്ടുണ്ടാവും, നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എടുത്തിട്ടുണ്ടാവും. അവസാനം അടച്ചു പോവുക, ലോൺ ക്ലോസ് ചെയ്യുക. അപ്പം നമുക്ക് ഉദ്ദേശിച്ചതിനും അല്ലെ ആ കാലാവധിയേക്കാളും വളരെ മുന്നേ തന്നെ ലോൺ അടച്ചു റിസ്ക് ഫ്രീ ആവും.
ഓക്കെ. ഇത് വാഴ നനയ്ക്കുമ്പോൾ ചീര നനയുക എന്ന് പറയുന്ന പോലത്തെ ഒരു കൺസെപ്റ്റ്. ഉത്തമമായിട്ടുള്ളത് അത് കയറി പോയാന്നുള്ളൂ. നമ്മൾ ഇടവേള ചെയ്യില്ലേ, ആ ഇത് കയറി ചെയ്യാന്നുള്ള കാര്യം മാത്രം. യെസ് യെസ്. ഇതുപോലെ ഇനിയും വേറെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഉണ്ടോ? അല്ല, നമ്മൾ ഓരോ ഞാൻ പറഞ്ഞല്ലോ സുജ, നമ്മൾ ഓരോ വ്യക്തികളുടെയും റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അതനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ. പേഴ്സണൽ ലോണിൻ്റെ കാര്യത്തിൽ ഇതുപോലെ എന്തെങ്കിലും കാര്യം, എല്ലാവരും പേഴ്സണൽ ലോൺ ഭയങ്കര അവൈലബിൾ ആണ്, നമ്മുടെ ഫോണിൽ കൂടെ വേണമെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, അത് ശരിക്കും നമ്മളെല്ലാം പോയി ട്രാവൽ പെട്ടെന്ന് പോയി ഇപ്പോൾ ഇമ്മീഡിയറ്റ് ലോൺ സാധനം അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതെ. അതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ബാങ്കറെ സമീപിച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ചീപ്പറായിട്ട് കിട്ടും. മേ ബി ഒരു ദിവസം ഡിലേ ഉണ്ടാവുള്ളൂ. ഓക്കെ. നമ്മൾ ഷോർട്ട് കട്ട് എടുക്കരുത്. യെസ്. പ്രോപ്പർ വേയിൽ ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒരു ICICI ബാങ്കിൽ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൽ ഒരു HDFC ബാങ്കിൽ നമുക്ക് 10.15% കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ ആപ്പിൽ 15% 16% ആയിരിക്കും. അതിൻ്റെ പുറകെ വേറെ ഒരുപാട് റിസ്കുകളും ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ ബാങ്കറെ പോയി അപ്രോച്ച് ചെയ്തിട്ട് എനിക്കൊരു പേഴ്സണൽ ലോൺ ഉണ്ട്, ഇന്ന റിക്വയർമെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പ്രോപ്പറായിട്ട് അപ്ലിക്കേഷൻസ്, നമ്മുടെ ക്രെഡിറ്റ് വർത്തനസും ക്യാഷ് ഫ്ലോസും കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 മാസം സ്റ്റേറ്റ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ 6 മാസം സ്റ്റേറ്റ്മെൻറ്റ് വേണം, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ബെസ്റ്റായിട്ട് അവരെടുത്ത് തരും. ഓക്കെ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ ആരും അതിനൊന്നും മെനക്കെടുന്നില്ല, എല്ലാം ഈസി ആയിട്ട് വേണ്ടി പെട്ടെന്ന് കിട്ടണം എന്നുള്ളതാണ്. ഇപ്പോൾ സെയിം സാധനമാണ് ഇപ്പോൾ ന്യൂ ജനറേഷനിൽ പ്ലാസ്റ്റിക് കറൻസി, ക്രെഡിറ്റ് കാർഡ് സാധനങ്ങളെല്ലാം വന്ന് സ്പെൻഡിങ് ആണല്ലോ. അതുണ്ടാക്കുന്ന അപകടം എന്തൊക്കെയാ? ക്രെഡിറ്റ് കാർഡ് എല്ലാവരും ഈസി ആയിട്ട് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് വായ്പ എടുക്കുക വരെ ചെയ്യും. അല്ല, പ്രോപ്പർ രീതിയിൽ പ്ലാൻ ചെയ്ത് പോണവർക്കാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ സ്പെൻഡ് ചെയ്തു, ഓട്ടോ പേയ്മെന്റ് അടച്ചു. അതെ, സ്മാർട്ടായിട്ട് എങ്ങനെയാ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പറ്റുക? സ്മാർട്ടായിട്ട് നമ്മൾ പ്രോപ്പർ പ്ലാൻ ചെയ്ത് നമ്മൾ എടുക്കുന്ന, നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതിന് മാത്രം എടുക്കുക, സ്പെൻഡ് ചെയ്യുക. അത് ആ കറക്റ്റ് പീരീഡിൽ തിരിച്ചടയ്ക്കണം. എനിക്ക് ഒരു 1 lakhന്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതിൽ ഫുൾ എമൗണ്ടും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഫുൾ എമൗണ്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഫുൾ എമൗണ്ട് നിങ്ങൾ ആ കറക്റ്റ് 45 ദിവസം നിങ്ങളുടെ ബിൽ സർക്യൂട്ട് പീരീഡിൽ അടച്ചു തീർത്താൽ മാത്രമേ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ളൂ. ഓക്കെ. ആ ബിൽ സർക്യൂട്ട് പീരീഡ് കഴിഞ്ഞ് നെക്സ്റ്റ് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർ മന്ത് 2.5 or 3.5% ഇൻട്രസ്റ്റാണ്. ഓക്കെ. പെർ മന്ത് ആണത്, മനസ്സിലായി. അത് ആനുവൽ അല്ല. അപ്പൊ അത് നേരെ മൾട്ടിപ്പിൾ ചെയ്താൽ 30-35%. അപ്പൊ അത് ആരും അറിയുന്നില്ല. അപ്പം ക്രെഡിറ്റ് കാർഡുകളും നോർമലി എന്താ ചെയ്യുന്നത്, അവർ നിങ്ങൾ സ്പെൻഡ് ചെയ്തോ നിങ്ങളുടെ 1/5 ടോട്ടൽ എമൗണ്ടിൻ്റെ 1/5 അടച്ചാൽ മതി, ബാലൻസ് വേണമെങ്കിൽ ക്യാരി ഫോർവേഡ്. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഇൻകം കയറുക. അങ്ങനെ ഒരു ഘട്ടത്തിൽ ക്രെഡിറ്റ് കാർഡ് തരുന്ന ബാക്കി ബെനിഫിറ്റ്സ് എല്ലാം അവർ പിൻവലിക്കുമെന്ന് തോന്നുന്നല്ലേ? ഇല്ല, നമ്മുടെ ഒരു 70% മോഡൽ ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ സിബിൽ റേറ്റിംഗിൽ താഴേക്ക് പോരും. നോർമലി ഒരു 30-35% ആണ് നോർമൽ എല്ലാവരും യൂസ് ചെയ്യാൻ പറയണത്. അതാ മാത്രമേ നമുക്ക് കറക്റ്റ് റീപേയ്മെന്റ് ക്ലിയർ ആയിട്ട് പോവുള്ളൂ. ഓവർ എക്സ്പെൻഡിങ് ആണെങ്കിൽ അത് നടക്കില്ല. സാധാരണ പറയാറുണ്ട് നമ്മുടെ ക്രെഡിറ്റ്, ഇപ്പം ഇതുവരെയായിട്ടും ലോണൊന്നും എടുത്തിട്ടില്ലാത്തവർക്ക് ക്രെഡിറ്റ് റേറ്റിങ്ങിനെ കുറിച്ച് ഒന്നും ലോൺ എടുത്ത് ഒരു റീപേയ്മെന്റ് കപ്പാസിറ്റി, റീപേയ്മെന്റ് ട്രാക്ക് റെക്കോർഡ് ഉള്ളവരുടെ റേറ്റിംഗ് കൂടുതലായിരിക്കും. ലോൺ എടുക്കാത്തവർക്ക് ഇപ്പോൾ ഞാനൊന്നും ലോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫൈൻ മോർണിംഗിൽ പോയി നമ്മുടെ സിവിൽ റേറ്റിംഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സിവിൽ റേറ്റിംഗ് താഴെയായിരിക്കും. ബാങ്കുകൾ അത്തരക്കാരെ എക്സ്പോഷേഴ്സ് ഇല്ല, അവർക്ക് എത്ര നെറ്റ് വർത്ത് ഉണ്ട്, അവർക്ക് എന്തൊക്കെ എക്സ്പോഷർ എടുക്കാം, അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമില്ല. അപ്പം നിങ്ങളുടെ റീപേയിങ് കപ്പാസിറ്റി, നമ്മുടെ ക്രെഡിബിലിറ്റിയാണ് അതിനകത്ത്. അല്ല, അപ്പം നമുക്ക് എങ്ങനെയാണ് പുതിയതായിട്ടൊന്ന് ലോണിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുക? നമുക്ക് എന്തായാലും ഈ ക്രെഡിറ്റ് റേറ്റിംഗ് വേണമല്ലോ. എനിക്ക് തോന്നുന്നു ബാങ്കുകളൊക്കെയും അത് കൺസിഡർ ചെയ്യുമെന്ന് തോന്നുന്നു. ഇയാൾക്ക് ക്രെഡിറ്റ് റേറ്റിംഗ് ഇല്ല, അതുകൊണ്ട് ലോൺ കൊടുക്കണ്ട എന്നുള്ള ഒരു തോന്നലുണ്ടോ? ക്യാഷ് ഫ്ലോ അനാലിസിസ് അനുസരിച്ച് നമുക്ക് റിസ്ക് എടുക്കണം ജീവിതത്തിൽ. ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു റിസ്ക് ആണ്. റിസ്ക് എടുത്താൽ മാത്രമേ റിവാർഡ്സ് ഉണ്ടാവുള്ളൂ. റിസ്ക് എടുക്കാത്തവന് റിവാർഡ്സ് കിട്ടില്ല. അല്ലാണ്ട് ഇങ്ങോട്ട് വന്നാരും ചെയ്തു തരില്ലല്ലോ, റിസ്ക് എടുത്താൽ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ പ്രോപ്പർ ലോൺ എടുക്കുക, നമുക്ക് ആവശ്യത്തിനുള്ള ലോൺ എടുക്കുക, ലോൺ പ്രോപ്പർ റീപേ ചെയ്യുക, ക്യാഷ് ഫ്ലോസ് കറക്റ്റായിട്ട് വയ്ക്കുക. എൻ്റെ ചോദ്യം, നമുക്കിപ്പോൾ ഇല്ല, അപ്പോൾ ബാങ്കുകൾ നമ്മളെ കൺസിഡർ ചെയ്യുന്നില്ല, അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് എന്തെങ്കിലും റിക്വയർമെന്റ് നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് അതിനുള്ള എക്സ്പെക്ട് ചെയ്ത്, നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും വണ്ടി മേടിക്കണം, ക്യാഷ് എടുത്ത് വണ്ടി മേടിക്കേണ്ട ആവശ്യമില്ല, അത് FD അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് EMI എടുത്തിട്ട് വണ്ടി അടിക്കാമല്ലോ. അത് പ്ലാനിങ് അല്ലേ, അത് ലോൺ ആയില്ലോ, ലോൺ ട്രാക്ക് റെക്കോർഡ് ആയില്ലേ.
ദാറ്റ്സ് വൺ വേ. ഗോൾഡ് ലോൺ ഇങ്ങനെ ഉപയോഗിക്കാവോ? ഗോൾഡ് ലോണും നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ അസറ്റ്സ് വെറുതെ ഗോൾഡ് ലോക്കറിൽ വയ്ക്കുന്നതിന് പകരം ലോൺ എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനായിട്ട് ഒരു ഹോം ലോണിന് പകരം ഗോൾഡ് ലോൺ എടുത്ത് കഴിഞ്ഞാൽ ഗോൾഡ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് താഴെയായിരിക്കും. ദാറ്റ്സ് ദ വേ വി ക്യാൻ ഡു ഇറ്റ്. ഓക്കെ. അത് EMI കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ഉണ്ടാവണതനുസരിച്ച് അടച്ച് തീർത്ത് വേണമെങ്കിൽ പോവാം. നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് താഴെ പോവുകയാണെങ്കിൽ അത് മെച്ചപ്പെടുത്താൻ നമുക്ക് ഗോൾഡ് ലോണിനെ ഉപയോഗിക്കാവോ? നമ്മുടെ റീപേയിങ് കപ്പാസിറ്റി ആണല്ലോ ഇതിനകത്തെല്ലാം വരുന്നത്. ഈ ഗോൾഡ് ലോൺ എടുത്തിട്ട് നമ്മുടെ ബാക്കിയുള്ള ഹയർ ഇൻട്രസ്റ്റ് ഉള്ള സാധനങ്ങൾ പെട്ടെന്ന് ക്ലോസ് ചെയ്താൽ ക്ലിയർ ആയി കിട്ടാം. ഓക്കെ. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഹയർ ഇൻട്രസ്റ്റ് ഉള്ള ലോൺസ് കുറയ്ക്കുക, ലോ ഇൻട്രസ്റ്റ് ഉള്ള ലോൺസ് കീപ്പ് ചെയ്യുക. ക്രെഡിറ്റ് കാർഡ് അപ്പം കൃത്യമായിട്ട് അടച്ചു തീർക്കുക, കൃത്യമായിട്ട് അടച്ചു പോവുക. ഓക്കെ. ഔട്ട്സ്റ്റാൻഡിങ് വയ്ക്കാണ്ട് പോവുക. ഇത് വായ്പയുടെ കാര്യത്തിൽ. ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് സ്മാർട്ടായിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ ആദ്യത്തെ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് അനുസരിച്ച് പ്രോപ്പറായിട്ട് റെഗുലറായിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഇൻവെസ്റ്റ് ചെയ്ത സാധനം ഒന്ന് റിവ്യൂ ചെയ്യുകയും വേണം. ഈസ് ഇറ്റ് ഓൺ റൈറ്റ് ട്രാക്ക് ഓർ നോട്ട്. അത് വൺസ് ഇൻ ആൻ ഇയർ എങ്കിലും അറ്റ്ലീസ്റ്റ് വി നീഡ് ടു സിറ്റ് വിത്ത് യുവർ അഡ്വൈസർ. ഈസ് ഇറ്റ് പ്രോപ്പർ ഓൺ ട്രാക്കാണ്. ഇല്ലെങ്കിൽ ആ ഫണ്ട്സ് പെർഫോമൻസ് ഇല്ലെങ്കിൽ പെർഫോമൻസ് ഇല്ലാത്ത ഫണ്ട് മാറ്റി അടുത്ത ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ദെൻ ഇറ്റ്സ് ഓൺലി പോസിബിൾ. ഇപ്പോൾ 3 AMCs ഉണ്ട്, 3 സ്കീംസ് ഉണ്ട്. എല്ലാ സ്കീംസും ഒരേ സമയത്ത് പെർഫോം ചെയ്യണമെന്നില്ല. ഫണ്ട് മാനേജർ മൂവ് ചെയ്യണനുസരിച്ച് അതിൻ്റെ പെർഫോമൻസ് താഴേക്ക് പോകാം. ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആ മാർക്കറ്റിന് സ്പെസിഫിക് അല്ലെങ്കിൽ കറക്റ്റ് അല്ലെങ്കിൽ അത് ഫെയിലിയർ ആവാം. അപ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ സ്കീംസ് മാറ്റി വേറെ സ്കീംസിലേക്ക് നമ്മൾ മാറ്റണം. ആക്റ്റീവ് മോണിറ്ററിങ് വേണം. ചുമ്മാ കൊണ്ട് ആരെങ്കിലും കൊണ്ട് വിശ്വസിപ്പിക്കുക എന്നുള്ള കാര്യമല്ല. ഒരു വെൽത്ത് അഡ്വൈസറിന് കൊടുത്താലും നമ്മളും മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം. നമ്മൾ എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യണത്, എന്താണോ ഇൻവെസ്റ്റ് ചെയ്യണത്, അതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് എങ്കിലും അറിഞ്ഞാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. എന്ന് മാത്രമേ പറ്റൂ. ഓക്കെ. കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നമ്മൾ റിട്ടയർമെൻറ്റ് വരും, അത് ഉറപ്പാണ്. പക്ഷെ നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിനെ കുറിച്ച് അധികം ചിന്തിച്ചിട്ടില്ല. പ്രത്യേകിച്ചും സർക്കാർ ജോലിയൊക്കെ ഉള്ളവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പെൻഷൻ കിട്ടുമല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഇതുവരെ. പക്ഷേ ഇപ്പോൾ ആ സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിന് വളരെ അത്യാവശ്യമുള്ള ഒരു സമയമാണ്. നമ്മുടെ ഈ റിട്ടയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ പണ്ട് എല്ലാവരുടെയും ഒരു കൺസെപ്റ്റാണ് പെൻഷൻ കിട്ടിയാൽ മതി. അതെ, അതല്ല റിട്ടയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൽ ശരിക്കും വേണ്ടത് ഹെൽത്ത് കെയർ പ്ലാനിങ് വേണം, ടാക്സ് പ്ലാനിങ് വേണം, സക്സഷൻ പ്ലാനിങ് വേണം. ഇതൊക്കെ വന്നാൽ മാത്രമേ റിട്ടയർമെൻറ്റ് പ്ലാനിങ് വരുള്ളൂ. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് റിട്ടയർമെൻറ്റ് പ്ലാനിങ്. അല്ലാണ്ട് ചുമ്മാ കൊണ്ട് ഒരു പെൻഷൻ ഫണ്ടിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് പെൻഷൻ എടുക്കുക എന്നുള്ളത് മാത്രമല്ല. നമുക്ക് സെയിം ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇൻഷുറൻസ് പ്ലാൻസ് വേണം. ഇപ്പോഴത്തെ ഒരു എക്സ്പെൻസസ് ആർ വെരി ഹൈ. ഒരു ഇൽനെസ് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ എത്ര കോസ്റ്റ് വരും എന്നുള്ള കാര്യം നമുക്കറിയാം. അതുവരെ ഉണ്ടാക്കിയത് മുഴുവൻ പോകാനാണ്. അപ്പം അതിനുള്ള ഇൻഷുറൻസ് പ്ലാൻസ് പ്രോപ്പറായിട്ട് വേണം. ടാക്സ് പ്ലാനിങ് ഏറ്റവും ബെസ്റ്റ് സേവിൽ പ്രിസർവ് വെൽത്താണ്. ഇങ്ങനെ ലെസ് ടാക്സ് കൊടുത്ത് ബോൺ റിട്ടേൺസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഉണ്ടാക്കിയ കാശ് സക്സഷൻ പ്ലാനിങ് പ്രോപ്പർ ആയിരിക്കണം. നെക്സ്റ്റ് അടുത്ത തലമുറ നമ്മൾ ഉണ്ടാക്കിയ സമ്പാദ്യം നെക്സ്റ്റ് തലമുറയ്ക്ക് എങ്ങനെ സ്മൂത്ത് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യാം എന്നുള്ളത് നമ്മളത് വേണം. അതിനെന്താ ചെയ്യേണ്ടത്? അത് ശരിക്കും വേണ്ട വിൽ റൈറ്റിംഗ് വേണം. പിന്നെ അൾട്രാ എച്ച് ഫാമിലി ഓഫീസ് ഇങ്ങനെയുള്ള കൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെയുള്ള കുറേ കൺസെപ്റ്റ്സ് അതിനകത്തുണ്ട്. വില്ലാവാം, ട്രസ്റ്റ് ആവാം, ഫാമിലി മാനേജ്മെൻ്റ് ആവാം, ഫാമിലി ഗവേണൻസ് ആവാം. ഇങ്ങനെയുള്ള പല രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഒരു വില്ല് എന്ന് പറഞ്ഞാൽ കമ്പൽസറി ഞാൻ പറയണം. കാരണം നമ്മുടെ പണക്കാർക്ക് മാത്രമല്ല സാധാരണക്കാരനും ആർക്ക് വേണമെങ്കിലും വേണം. കാരണം ഇതാണ് കാശാണ് എവിടെയും ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുക. ഒരാൾ എക്സ്പയർഡ് ആയതിനു ശേഷം ഒരു സീനിയർ ആൾ എക്സ്പയർഡ് ചെയ്തതിനു ശേഷം വില്ലില്ല എങ്കിൽ അവർക്ക് വളരെ ഡിഫിക്കൽട്ടീസ് വരാം. പിന്നെ അവരുടെ നെക്സ്റ്റ് ജനറേഷനായിട്ട് ഡിസ്പ്യൂട്ടുകൾ വരാം. ഇത് നേരത്തെ കാലത്തൊന്നും ഇല്ല എഴുതി വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്താന്നുള്ളവരെ നെക്സ്റ്റ് ജനറേഷൻ അറിയാം. അത് കറക്റ്റാണ്. അത് വില്ല് കമ്പൽസറി ആയിട്ട് ഞാൻ പറയും. എൻ്റെ എല്ലാ ക്ലയൻസിനോടും ഞാൻ പറയുന്നതാണ് വില്ല് അറ്റ്ലീസ്റ്റ്. ഈ വില്ല് നമുക്ക് സ്വയം തയ്യാറാക്കാമോ? നമുക്ക് വേണമെങ്കിൽ സ്വന്തമായ ഹാൻഡ് റിട്ടൺ എഴുതാം. 2 വിറ്റ്നസ് മതി, കീപ്പ് ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നിയമസാധ്യതയുണ്ട്, വാലിഡിറ്റി ഉണ്ട്. 2 വിറ്റ്നസ് വേണം. ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാമ്പ് പേപ്പറിൽ എഴുതാം,
അല്ലെങ്കിൽ വിൽ രജിസ്റ്റർ ചെയ്ത് വെക്കാം. ഈ വില്ല് എഴുതിയ ആളുടെ ജീവിതകാലത്ത് ഇതുകൊണ്ട് കാര്യമില്ലല്ലോ. അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, വേണമെങ്കിൽ അത് മാറ്റിയോ, അങ്ങർക്ക് വേണമെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. അല്ല, ഒരു വില്ലിന് ആ വില്ല് എഴുതിയ ആൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് വാലിഡിറ്റി ഉണ്ടോ, അതോ അദ്ദേഹത്തിന്റെ മരണശേഷം? ശരിക്കും അതിന് അങ്ങനത്തെ മരണശേഷത്തിന് ശേഷമാണ്, അങ്ങേരുടെ കാലം കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ജനറേഷനിൽ ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയാണല്ലോ വില്ല്. അതിനുവേണ്ടി അദ്ദേഹം നേരത്തെ തയ്യാറാക്കി വെക്കുക എന്നുള്ള കാര്യമാണ്. യെസ്. നമ്മൾ മുമ്പേ പറഞ്ഞു ലോൺ തിരിച്ചടയ്ക്കുന്ന കാര്യം. അതിന് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും സ്മാർട്ടായിട്ടുള്ള മാർഗങ്ങളുണ്ടോ? ഞാൻ നമ്മൾ ഓരോ ബിസിനസ് ലോണൊക്കെ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും അവരുടെ ഇൻകംസ് അനുസരിച്ച് നമ്മൾ ബിസിനസ് ആൾക്കാർ പറയുമ്പോൾ എല്ലാവരുടെയും ഒരു ബിസിനസ് ഇൻകം ഉണ്ടെങ്കിലും അത് തിരിച്ച് അവർ ആ ബിസിനസ്സിലേക്ക് ഇടണം, അവർക്ക് മോർ റിട്ടേൺ കിട്ടണം. പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് എടുത്തു കഴിഞ്ഞാൽ അവർക്കും അതൊരു പ്രോപ്പർ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ഒരു കിട്ടുന്ന പോർഷൻ, ചെറിയ പോർഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്കാണ് മാറ്റുക. നമ്മൾ അത് പ്രോപ്പർ പ്ലാൻ ചെയ്താൽ എന്തെങ്കിലും നമുക്കൊരു എക്സിസ്റ്റൻസ് ബിസിനസ്സിൽ ഫെയിലിയർ വന്നതിൽ ഇവിടെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അത് നമ്മൾ ചെയ്യണം. ഇപ്പം എല്ലാവരും ബിസിനസ്, എനിക്ക് എൻ്റെ ബിസിനസ്സിൽ കൂടുതൽ റിട്ടേൺ കിട്ടും, പക്ഷേ ഈ ബിസിനസ്സിൽ കൂടുതൽ റിട്ടേൺ വെരി കോമ്പറ്റീഷനാണ്. ഈ കോമ്പറ്റീഷൻ എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഇൻകത്തിന് ഞാൻ ആദ്യം പറഞ്ഞല്ലേ, ഒരു ഡിസിപ്ലിൻ വേയിൽ ഒരു ചെറിയ പോർഷൻസ് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്യൂച്ചറിലേക്ക് മാറ്റി വയ്ക്കുന്നതാണെങ്കിൽ ആ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാനൊരു ഇതുണ്ടാവും. അവരെടുത്തും സ്റ്റോപ്പ് ഉണ്ടാവില്ല. അതിനാണ് എക്സ്പെർട്ടൈസിൻ്റെ സപ്പോർട്ടുകളും ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും വേണമെന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി എ സാലറീസ് പേഴ്സൺ ആവാം, HNI ആവാം, ബിസിനസ് പേഴ്സൺ ആവാം, ആർക്ക് വേണം, എല്ലാവർക്കും വേണം. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ടാണോ ആണല്ലോ ഇക്യുറസ്. അതെ. ഇക്യുറസ് എന്തൊക്കെയാണ് ശരിക്കും ചെയ്യുന്നത്? ഇക്യുറസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഫൈനാൻഷ്യൽ ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രോക്കിംഗ് ഉണ്ട്, ഇൻഷുറൻസ് ബ്രോക്കിംഗ് ഉണ്ട്, ആൻഡ് വെൽത്ത് മാനേജ്മെൻറ്റ് ഉണ്ട്, NBFCs ഉണ്ട്. NBFCs ഞങ്ങളുടെ ഓൺ ക്ലയൻസിന് ലോൺ അഗൈൻസ്റ്റ് ഷെയർസോ മ്യൂച്വൽ ഫണ്ട്സോ അങ്ങനെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് NBFCs. പിന്നെ ഞങ്ങൾ തന്നെ സ്ട്രക്ചേർഡ് പ്രോഡക്ട്സ് റേസ് ചെയ്യാനും ഇതൊക്കെയാണ് NBFCs ഉള്ളത്. വെൽത്ത് മാനേജ്മെൻറ്റ് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രോക്കിംഗ് ഞങ്ങളുടെ വി ഹാവ് എ റിസർച്ച് ടീം. വി കവർ ഓൺ 290 stocks which can be able to help the institutional investors and our clients can be invested in. And we are into core first 2019 years ആയി. ഞങ്ങൾ 2007 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഫസ്റ്റ് തുടങ്ങിയ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങുന്ന IPO, pre-IPO, പ്രൈവറ്റ് ഇക്വിറ്റിയിൽ വി ആർ വൺ ഓഫ് ദ ടോപ്പ്. അതിൽ പാർട്ടിസിപ്പേഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇക്യുറസ് ഗിഫ്റ്റ് സിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. ഗിഫ്റ്റ് സിറ്റി ശരിക്കും എന്താണ്? അവിടെ സാധാരണക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അതോ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അങ്ങനെയാണ്? നമ്മുടെ ഒരു ചിന്താഗതി ഈ ഡോളർ ഇൻവെസ്റ്റ്മെന്റ്സ് അതെ ഓൺലി NRIസിന് അല്ലെങ്കിൽ ഓവർസീസ് കോർപ്പറേറ്റ് ബോർഡിങ്സിന് FIAസിന് മാത്രം സാധാരണക്കാരന് ഇൻവെസ്റ്റ് ചെയ്യാം എല്ലാ റെസ്ട്രൂവിലും. നമ്മൾ നമ്മുടെ മക്കൾക്ക് ഫോറിനിൽ പഠിക്കാൻ പോകണം, ഫൈനാൻഷ്യൽ പ്ലാനിങ് നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ ഡോളറിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ഗിഫ്റ്റ് സിറ്റി അതിനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. എങ്ങനെയാണ് അതൊന്നുകൂടെ പറയാം? ഒരുപാട് കുട്ടികൾ റിമിറ്റൻസ് സ്കീംസ് പറഞ്ഞാൽ LRS ത്രൂ ആയിട്ട് നമ്മൾ എല്ലാ വർഷവും ഇൻവെസ്റ്റ് ചെയ്യും. RBIയുടെ അതിൻ്റെ സ്കീംസിനനുസരിച്ച് നമുക്ക് 10 ലക്ഷത്തിന് മുകളിൽ വന്നതിന് TCS ടാക്സ് കൊടുക്കേണ്ടി വരുള്ളൂ. 10 ലക്ഷത്തിൽ താഴെയാണ് ടാക്സ് വേണ്ട. അപ്പോൾ ആ രീതിയിൽ നമ്മൾ റെഗുലറായിട്ട് SIP ഇൻവെസ്റ്റ് ചെയ്തോ. ഗിഫ്റ്റ് സിറ്റി വഴിയാണ്, ഗിഫ്റ്റ് സിറ്റി വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ്, ഡൈവേഴ്സിഫൈ വേ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ടാക്സ് എഫിഷ്യൻ്റ് ആണ് അതിനകത്ത്. മറ്റുള്ളതെന്ന് വെച്ചാൽ ടാക്സ് സേവിങ്ങുമായിട്ട് നമുക്ക് അതിനകത്ത്. അതാണ് ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഫണ്ടുകൾ ഉണ്ടാവും അതോ ഫോറിൻ ഫണ്ട്സ് ആയിരിക്കും? ഇപ്പോൾ NRIസിന് ഇപ്പോൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡോളർ ഡിനോമിനേറ്റ് ഫോറിൻ കറൻസിയിലായിരിക്കും ഇൻവെസ്റ്റ്മെന്റ്സ് പോകണം, INRലല്ല. അപ്പോൾ അതാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടിയുള്ള. അത് തന്നെയായിരിക്കും ഈ പുറത്ത് കുട്ടികൾ പഠിക്കുന്നത്. ഡോളറിലോ പൗണ്ടിലോ പോകണമെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് ഈ രൂപയുടെ മൂല്യം കുറയുന്നതും കൂടുന്നതും ഒന്നും ഇവിടെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ കാലത്ത് ഇതിലേക്ക് റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു ഇതായിട്ട് വരുന്നത്. മലയാളികൾക്ക് ഭയങ്കര അത്യാവശ്യമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് മലയാളി കുട്ടികൾ പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് നേരത്തെ ഇപ്പോൾ എൻ്റെ മക്കൾ പുറത്ത് പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ പോർഷൻസ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ടാറ്റയുടെ സ്കീംസിൽ $5,000 വെച്ച് തുടങ്ങാൻ പറ്റും. DSP $5,000 രൂപയോ? ഡോളർ. ഓക്കെ. ഓക്കെ. അതിന് നമ്മൾ നേരത്തെ തയ്യാറെടുക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് വേണ്ടത്.
അതിന് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് തരാൻ ഇപ്പോൾ നമ്മളെ എക്സ്പെർട്ടേഴ്സിനെ സമീപിക്കാം. അവരെ ഹെൽപ്പ് എടുത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ അതിനാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. നമ്മളെ പോലെയുള്ള പലരും ഉണ്ട്. ഓക്കെ. ആൻഡ് വി ആർ വൺ എമംഗ് ദം. ഇക്കരസിന് ഈ പണപ്പെരുപ്പത്തിൻ്റെ കാലത്ത് ആളുകളെ എങ്ങനെ സഹായിക്കാൻ പറ്റും? അല്ല, നമുക്ക് ശരിക്കും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് ചുമ്മാ വെൽത്ത് ക്രിയേഷൻ മാത്രമല്ല, ഇതിൻ്റെ മൂല്യം പോവാതെ നോക്കുക എന്നുള്ള കാര്യം. ഓരോരുത്തരുടെയും ഡിഫറെൻറ്റ് വേയിൽ അപ്രോച്ച് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഒരു വെൽത്ത് ക്രിയേഷൻ, വെൽത്ത് പ്രിസർവേഷൻ, ഓരോരുത്തരുടെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലിംഗ് നോക്കി അവർക്ക് വേണ്ട രീതിയിലൊരു കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ ഞങ്ങൾ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഇറ്റ് ഷുഡ് ബി ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എല്ലാതുമായിട്ട് ഞങ്ങൾക്ക് ടൈപ്സ് ഉണ്ട്. വെദർ മ്യൂച്വൽ ഫണ്ട്, PMS, SIF, ബോൺഡ്സ്, ഫിക്സ്ഡ് ഇൻകം റിയൽ എസ്റ്റേറ്റ്, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, എല്ലാത്തിലും നമുക്ക് ടൈപ്സ് ഉണ്ട്. നമ്മൾ അതിനനുസരിച്ച് ഓരോ കസ്റ്റമറിൻ്റെ പ്രൊഫൈലിംഗ് അവരുടെ നീഡ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. വി ആർ അറ്റ് ഇക്വറസ് ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ വെൽത്ത് പ്രിസർവേഷൻ, വെൽത്ത് ഗ്രോ ആൻഡ് ട്രാൻസ്ഫർ ദ വെൽത്ത് അക്രോസ് ജനറേഷൻ, ഇതാണ് ഞങ്ങൾ മോട്ടോ. അപ്പോൾ നമ്മൾ വെൽത്ത് പ്രിസർവ് ചെയ്യുക, ഗ്രോ ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക അക്രോസ് ജനറേഷൻ, ഒരു സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഇതാണ് ഞങ്ങളുടെ ഒരു കസ്റ്റമേഴ്സിന് ഒരു സൊല്യൂഷനായിട്ട് കൊടുക്കാൻ പറ്റും. പലതരം ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗ്ഗങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ. അതിലൊന്നാണ് SIF. എനിക്ക് തോന്നുന്നു താരതമ്യേന പുതിയൊരു കൺസെപ്റ്റാണെന്ന് തോന്നുന്നു. എന്താണത്? SIF എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിനും PMSനും ഇടയ്ക്കുള്ള ഒരു ഇതാണ്. അതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രാറ്റജീസ് അപ്രോച്ചാണ്. ഫ്ലെക്സിബിലിറ്റിയും സ്ട്രാറ്റജിയും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് 10 lakhs ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് മിനിമം ആയിട്ട് അതിനകത്ത് ഇത് വരുന്നത്. അത് പ്രൊഫൈലിംഗ് ഓഫ് ഓവർ കസ്റ്റമേഴ്സിനെ അനുസരിച്ച് എടുക്കുന്നത്. ഇത് ഡെറിവേറ്റീവ് എക്സ്പോഷേഴ്സ് എടുക്കുന്നതുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഓരോ കസ്റ്റമേഴ്സിനും വേണ്ടതാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമുക്കറിയാവുന്നതിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് വേണ്ടതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിന് ഒരു വെൽത്ത് മാനേജർ വന്ന് ഒരു കാര്യം പറയുമ്പോൾ അത് നമ്മൾ പഠിക്കുകയും വേണം. അല്ലാണ്ട് ചുമ്മാ കയറി ഒരാൾ പറയണതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അറിയാൻ പാടില്ലാത്തതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ വെൽത്ത് മാനേജറെ ഏൽപ്പിച്ചാലും നമ്മൾ കാര്യങ്ങൾ നോക്കണം. അല്ലാണ്ട് ചുമ്മാ ഒരാൾ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് പോകരുത്. എന്നെയാണെങ്കിൽ വിശ്വസിച്ച് പോകരുത്. നിങ്ങളതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് കുറച്ച് നോളജ് അറിയണം. ഞങ്ങൾ വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കസ്റ്റമേഴ്സിനെ പഠിപ്പിച്ച് അതിനുശേഷമാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഓരോ റിസ്കുകളും കാര്യങ്ങളും നിങ്ങൾ പഠിപ്പിച്ചാലും അവർ സ്വയം അത് ഒന്ന് വിലയിരുത്തിയിട്ട് വേണം. ഞങ്ങളിപ്പോൾ 3 മാസത്തിലെ 6 മാസം നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂഷൻ പ്രോപ്പർ ആയിരിക്കണം. വൺസ് ഇൻ 6 months, വൺസ് ഇൻ ആൻ ഇയർ നമ്മൾ അവരുമായിട്ട് ഇരിക്കണം. എന്നാൽ മാത്രമേ പറ്റൂ. ഒരു പ്രോപ്പർ റിവ്യൂ ഉണ്ടാവണം. ഓക്കെ. അല്ലാണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. യെസ്. നമ്മളിപ്പം നിക്ഷേപ സംബന്ധിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പുതിയ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർക്ക്, സാധാരണക്കാർക്ക് എത്തി നോക്കാൻ പോലും പറ്റില്ലാത്ത ഒരു സ്ഥലമാണെന്നാണ് പൊതുവേ കരുതുന്നത്. അത്തരം തെറ്റിദ്ധാരണകളൊക്കെ മാറി. കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചതിന് നന്ദി. താങ്ക് യു.